dear students, welcome to CBSE classroom. Today, നമ്മൾ എന്താ CBSE 10th ബയോളജി ചാപ്റ്റർ 6 ലൈഫ് പ്രോസസ്സിന്റെ പാർട്ട് 4 ആണ് ചെയ്യുന്നത്. അതായത് ചാപ്റ്റർ 6 ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ ഓൾറെഡി 3 ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് 4 ആണ് ചെയ്യുന്നത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് ബേസ് ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ ഡൈജഷൻ ആൻഡ് ഹ്യൂമൻസ് 2 ക്ലാസ്സുകളിലായിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റെസ്പിറേഷൻ കുറച്ച് പോർഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും റെസ്പിറേഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ. റെസ്പിറേഷനെ കുറിച്ച് എക്സാമിന് ചോദിക്കുന്ന കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പറയാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് തറോ ആയിട്ട് പഠിക്കാം. ഈ ഒരു ക്ലാസ്സിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ബോർഡ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കേരള PSCയിലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കുമ്പോൾ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരും. സോ PSC പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആവും. കാരണം ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസിൽ ഇപ്പോൾ NCERT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്ട്രിക്ട്ലി NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ റിലേറ്റീവ്സോ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ PSC ആസ്പിറൻസ് ആണെങ്കിൽ അവർ കൂടി നമ്മുടെ ക്ലാസ് റെക്കമെൻഡ് ചെയ്യുക. കാരണം NCERT ബേസ്ഡ് ക്ലാസ് ആണ്, PSC ഡിഗ്രി ലെവൽ എക്സാംസിന് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസ്പിറേഷൻ പഠിച്ചപ്പോൾ റെസ്പിറേഷന്റെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. 2 ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടെന്ന് പഠിച്ചിരുന്നു. അതിൽ എയറോബിക് റെസ്പിറേഷൻ എന്താന്ന് പഠിച്ചു, എനറോബിക് റെസ്പിറേഷൻ എന്താന്നും അതിന്റെ ഡിഫറൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. എയറോബിക്കിന്റെ കേസിലും എനറോബിക്കിന്റെ കേസിലും അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഓക്സിജന്റെ കേസിൽ നമ്മളുടെ മസിൽസിൽ നടക്കുന്ന ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷനെ കുറിച്ചും അങ്ങനെ റെസ്പിറേഷന്റെ ഏരിയയിൽ നിന്ന് വരാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എയറോബിക് റെസ്പിറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നമ്മളുടെ ബോഡിയിൽ എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ, എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെ, ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് എയറോബിക് റെസ്പിറേഷൻ. അപ്പൊ നമ്മളുടെ ബോഡിയിൽ എയറോബിക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ ബോഡിയിൽ എന്ത് വേണം, സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ വേണം. ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സ് ആണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. എന്ത് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് പ്ലാന്റ്സില് ഫോട്ടോസിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് ഈ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഈ ഓക്സിജൻ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതും. അങ്ങനെ നമ്മളുടെ ബോഡിയിൽ സഫീഷ്യന്റ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ബോഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനർജി വേണം. അപ്പൊ എന്ത് വേണം, നമ്മളുടെ ബോഡിയിൽ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് റെസ്പിറേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് കണ്ടിന്യൂസ് ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കണം. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോ ഫോട്ടോസിന്തസിസ് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പ്ലാന്റ്സ് ആണല്ലോ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ഏതിൽ കൂടിയാണ്? സ്റ്റൊമാറ്റ. അതായത് പ്ലാന്റ്സിന്റെ ലീവ്സ്, ആ ലീവ്സിന്റെ സർഫേസിലുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈനി പോർസ് നമുക്ക് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് കാണില്ല, മൈക്രോസ്കോപ്പിക് വ്യൂവിലേ കാണുള്ളൂ. സ്കൂളില് ലാബിലൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകുമ്പോൾ ബയോളജി ടീച്ചേഴ്സ് കാണിച്ചു തരും. നമുക്ക് ഒരു ലീഫിന്റെ ഒരു ചെറിയ എപ്പിഡെർമിസും ഒക്കെ എടുത്തിട്ട് സ്ലൈസ് എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് അങ്ങനെയാണ് ഞങ്ങളൊക്കെ സ്റ്റൊമാറ്റ കണ്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു പിക്ചറൊക്കെ കണ്ടതിന് ശേഷം, മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ട് അതിന്റെ വ്യൂ കണ്ടതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡിൽ സ്റ്റൊമാറ്റയുടെ പിക്ചറൊക്കെ വരയ്ക്കാം. പോട്ടെ, ഇനി മൈക്രോസ്കോപ്പിക് വ്യൂ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ പിക്ചർ കണ്ടു കാണും അല്ലെ. ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കുന്ന ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്? ഏതാണ്ട് ഈ ഷേപ്പാണ് അല്ലെ, പയറുമണിയുടെ നമ്മളുടെ കിഡ്നിയുടെ ഒക്കെ ഷേപ്പിലാണ് എന്തിരിക്കുന്ന സ്റ്റൊമാറ്റ. അപ്പോ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഈ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ പ്ലാന്റ് ബോഡിയുടെ പുറത്തേക്ക് വരുന്നത് സ്റ്റൊമാറ്റൽ പോറിൽ കൂടിയാണ്. ഓക്കെ, അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ 2 ഗാർഡ് സെൽസ് ഉണ്ടാവും. ഈ കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ്, പയറുമണിയുടെ ഷേപ്പ് അല്ലേ, ഈ ബീന്റെ ഷേപ്പിലുള്ള ഈ പാർട്ടിന് നമ്മൾ എന്താ പറയാ, ഗാർഡ് സെൽ എന്നാണ് പറയാ. ഓക്കെ, ഗാർഡ് സെൽ. പിന്നെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഓക്കെ, സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഇതിലൂടെയാണ്
ഗ്യാസിന്റെ എക്സ്ചേഞ്ചിങ് ഒക്കെ നടക്കുക. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഗാർഡ് സെൽസും ഇങ്ങനെ സ്വെല്ല് ചെയ്യും, വീർക്കും. ഓക്കെ, ക്ലോസ് ആവുന്ന സമയത്തോ ഇത് രണ്ടും ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഷിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ സ്റ്റൊമാറ്റൽ പോറ് ക്ലോസ് ആവും, ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന ടൈമിൽ സ്വെല്ല് ചെയ്തിരിക്കും, ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഷ്രിങ്ക് ചെയ്തിരിക്കും. ഈ സ്റ്റൊമാറ്റൽ പോറിലൂടെയാണ് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുന്നതും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാ എടുക്കുന്നത്? പ്ലാന്റ്സ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പോൾ ഈ സ്റ്റൊമാറ്റോ എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സ്റ്റൊമാറ്റോക്ക് 2 ഫംഗ്ഷൻസ് ആ ഉള്ളത്. ഒന്നെന്താ? ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെ. സ്റ്റൊമാറ്റോയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഗ്യാസ് എക്സ്ചേഞ്ച്. ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ഗ്യാസിന്റെ എക്സ്ചേഞ്ചാണ് നടക്കുന്നത്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇൻടേക്ക് ചെയ്യും, ഓക്സിജനെ റിലീസ് ചെയ്യും അല്ലെ. ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റയിൽ കൂടിയാണ്. പിന്നെ സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ബോഡിയിലുള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുക. ഓക്കെ, അതായത് ചെടിയുടെ ഉള്ളിലുള്ള ജലാംശം ഉണ്ടല്ലോ, അത് ആവിയായി പുറത്തേക്ക് അന്തരീക്ഷത്തിലോട്ട് പോവുക. അതിനാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് അറ്റ്മോസ്ഫിയറിലോട്ട് വേപ്പർ ആയിട്ട് പോവുക. ആ ഒരു പ്രോസസ് ആണ് ട്രാൻസ്പിറേഷൻ. ചിലപ്പോൾ ട്രാൻസ്പിറേഷൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ട്രാൻസ്പിറേഷൻ എന്താ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് the water content of plant body is getting evaporated into the atmosphere. Plant ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് പുറത്തേക്ക്, അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ് ആണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്താണെന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ. സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഫംഗ്ഷൻസ് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ, ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഏത് 2 ഗ്യാസുകൾ തമ്മിലുള്ളതാണെന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു അല്ലെ. പ്ലാന്റ് ബോഡി ഓക്സിജൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗിൽ കൂടിയാണ്. അപ്പൊ സ്റ്റൊമാറ്റോയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. സ്റ്റൊമാറ്റോയുടെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡിയിലുള്ള വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വാട്ടർ വേപ്പർ ആയിട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുക. അതാണ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടക്കുന്നതും സ്റ്റൊമാറ്റോ വഴിയാണ്. അപ്പൊ സ്റ്റൊമാറ്റോയുടെ 2 ഫംഗ്ഷൻസ് കിട്ടിയല്ലോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഫോട്ടോസിന്തസിസ് നടക്കുക ഡേ ടൈമിലാണോ നൈറ്റിലാണോ? ഫോട്ടോസിന്തസിസ് എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? ഫോട്ടോ എന്ന് വെച്ചാൽ എന്താ? ഫോട്ടോ എന്ന് വെച്ചാൽ അർത്ഥം ലൈറ്റ് എന്നാണ്. ഫോട്ടോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലൈറ്റ് എന്നാണ്. സിന്തസിസ് എന്ന് വെച്ചാൽ മേക്കിംഗ്. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിലുള്ള മേക്കിംഗ്. അപ്പൊ ഫോട്ടോസിന്തസിസ് എപ്പോഴായിരിക്കും നടക്കുക? എപ്പോഴാ ലൈറ്റ് ഉള്ളത്? സൺലൈറ്റ്, ഡേ ലൈറ്റ്, ഡേ ടൈമില് അല്ലെ. അപ്പൊ പകൽ ടൈമിൽ, അതായത് ഡേ ടൈമില് സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതും അങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും. ഓക്കെ അല്ലെ. പകൽ ടൈമിലൊക്കെ നമുക്ക് ഈ വൃക്ഷങ്ങളുടെ ഒക്കെ താഴെ, ട്രീസിന്റെ താഴെയൊക്കെ ചെന്നിരുന്നാല് നമുക്ക് നല്ല ഫ്രഷ് എയർ ആയിരിക്കും കിട്ടും. നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ അല്ലെ നമുക്ക് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ ഭയങ്കര റിലാക്സേഷൻ തോന്നും. പക്ഷെ നൈറ്റ് ടൈമിൽ ചെന്നിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് ആ ഫ്രഷ് എയർ കിട്ടുമോ? ഇല്ല. കാരണം എന്താ? നൈറ്റില് സൂര്യനുണ്ടോ? ഇല്ല. അപ്പൊ സൺലൈറ്റ് ഉണ്ടോ? ഇല്ല. സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് നടക്കാത്തപ്പോ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് വലിച്ചെടുക്കില്ല. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ രാത്രി കാലങ്ങളിൽ മരത്തിന്റെ ചുവട്ടിലൊന്നും കിടന്നുറങ്ങരുതെന്ന് പറയും. അത് കാര്യം ഇതാണ്. കാരണം എന്താ? രാത്രി സൺലൈറ്റ് ഇല്ല. സൺലൈറ്റിന്റെ പ്രസൻസിൽ അല്ലാതെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കില്ല. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഡേ ടൈമിലാണെങ്കിൽ എന്താ? സൺലൈറ്റിന്റെ ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തസിസ് നടക്കും. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഓക്സിജൻ റിലീസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായി. സ്റ്റൊമാറ്റോയുടെ ഫംഗ്ഷൻ മനസ്സിലായി. ഡേ ടൈമിലെയും നൈറ്റ് ടൈമിലെയും ഡിഫറൻസ് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വരുന്നത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് അഗെയിൻ ചോദിക്കുന്നതാണ്. അതായത് എക്വാട്ടിക് ഓർഗാനിസംസിലും ടെറസ്ട്രിയൽ ഓർഗാനിസംസിലും ബ്രീത്തിങ് റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എക്വാട്ടിക് ഓർഗാനിസംസിന്റെ കേസിൽ ബ്രീത്തിങ് റേറ്റ് ഹൈ ആണ്. ഇനി ടെറസ്ട്രിയൽ ഓർഗാനിസംസിന്റെ ആണെങ്കിലോ? ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ലാൻഡില്, ഭൂമിയില്, കരയിൽ ജീവിക്കുന്ന ഓർഗാനിസംസ്.
അവരില് ബ്രീത്തിങ് റേറ്റ് കുറവാണ്. അക്വാട്ടിക് ഓർഗാനിസംസിലാണെങ്കിൽ ടെറസ്ട്രിയൽ ഓർഗാനിസംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെക്കാൾ ബ്രീത്തിങ് റേറ്റ് എന്താ കൂടുതലാണ്. ബ്രീത്തിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെർ മിനിറ്റ് അവരെടുക്കുന്ന ബ്രീത്ത് നമ്പർ ഓഫ് ടൈംസ് കൂടുതലാണ്. ടെറസ്ട്രിയൽ ഓർഗാനിസംസ് കമ്പയർ ടു അക്വാട്ടിക് അത്രയും ടൈംസ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല ഒരു മിനിറ്റിൽ. ഓക്കെ, ബ്രീത്തിങ് റേറ്റ്. റീസൺ എന്താണ്? ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ അക്വാട്ടിക് ഓർഗാനിസംസിന് ഉള്ള ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? വാട്ടറിൽ നിന്നാണ്. വാട്ടറിൽ ഡിസോൾവ്ഡ് ആണ്. ഓക്കെ, ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അവർക്ക് കിട്ടുന്നത്. ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് ആർക്ക് കിട്ടുന്നത്? അക്വാട്ടിക് ഓർഗാനിസംസിന് കിട്ടുന്നത്. ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനേക്കാളും കുറവായിരിക്കും. ടെറസ്ട്രിയൽ ഓർഗാനിസംസിനാണെങ്കിലോ, അതായത് ലാൻഡിൽ ജീവിക്കുന്ന ഓർഗാനിസംസിനാണെങ്കിലോ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ആണ് കിട്ടുന്നത്, അല്ലെ? അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ട്. പക്ഷേ വെള്ളത്തിലാണെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറവാണ്. സോ അവരൊരു തവണ ബ്രീത്ത് ചെയ്യുമ്പോൾ വളരെ കുറവ് ഓക്സിജനെ കിട്ടുന്നുള്ളൂ. ഈ അക്വാട്ടിക് ഓർഗാനിസംസ് ബ്രീത്ത് ചെയ്യുമ്പോൾ, ഒരു തവണ ബ്രീത്ത് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഓക്സിജനെ അവർക്ക് കിട്ടുന്നുള്ളൂ. കാരണം എന്താ? വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ തവണ, ചുരുങ്ങിയ ടൈം കൊണ്ട് അവർ കൂടുതൽ തവണ ബ്രീത്ത് ചെയ്യുന്നത്. ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അക്വാട്ടിക് ഓർഗാനിസംസിൽ ബ്രീത്തിങ് റേറ്റ് ഹൈ ആവാൻ കാരണം അങ്ങനെ കുറേ തവണ ബ്രീത്ത് ചെയ്താൽ മാത്രമേ എന്താ അവർക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടുള്ളൂ. കാരണം വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഓക്സിജന്റെ കണ്ടന്റ് കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസിൽ ബ്രീത്തിങ് റേറ്റ് ഹൈ ആയിട്ട് കാണുന്നത് കമ്പയർ ടു ടെറസ്ട്രിയൽ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അടക്കമുള്ള ടെറസ്ട്രിയൽ ഓർഗാനിസംസിന് അക്വാട്ടിക് ഓർഗാനിസംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കുറവാണ്. കാരണം എന്താ? നമ്മൾ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ അല്ലേ ബ്രീത്ത് ചെയ്യുന്ന. അറ്റ്മോസ്ഫിയറിൽ സഫീഷ്യന്റ് ഓക്സിജൻ ഉണ്ട്. സോ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടുന്നുണ്ട്. സോ ഇത്ര ടൈമിനുള്ളിൽ ഒരുപാട് ടൈംസ് ബ്രീത്ത് ചെയ്യണമെന്നില്ല. നമുക്ക് കുറച്ച് തവണ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഈ ഡിസോൾവ്ഡ് ഓക്സിജനേക്കാളും കൂടുതലാണ്, സഫീഷ്യന്റ് ആയിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെറസ്ട്രിയൽ ഓർഗാനിസംസിന് ബ്രീത്തിങ് റേറ്റ് കുറവ്, ഇവരിൽ ബ്രീത്തിങ് റേറ്റ് ഹൈ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് ഈ വേർഡേ വേണ്ടു. അക്വാട്ടിക് ഓർഗാനിസംസിൽ കമ്പയർ ടു ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ബ്രീത്തിങ് റേറ്റ് ഹൈ ആണോ ലോ ആണോ? ആ ഹൈ ആണോ ലോ ആണോ എന്നൊന്ന് സ്പെസിഫൈ ചെയ്യേണ്ടേ ഉള്ളൂ. 1 മാർക്ക് കിട്ടും. എന്താ? ഹൈ ആണ് കേട്ടോ. അക്വാട്ടിക് ഓർഗാനിസംസിന്റെ കേസിൽ ബ്രീത്തിങ് റേറ്റ് ഹൈ ആണ്. റീസൺ എന്താ? ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. വാട്ടറിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടന്റ് കുറവാണ് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനേക്കാളും. ഓക്കെ, നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ ഓർഗാനിസംസ് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് എയർ അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസ് ആണെങ്കിൽ വാട്ടറിൽ ഡിസോൾവ്ഡ് ആയ ഓക്സിജൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ എന്ത് വന്നാലും ഓർഗാനിസംസ് ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അക്വാട്ടിക് ഓർഗാനിസംസ് ആയാലും ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആയാലും അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്രീത്ത് ചെയ്യണം. എന്താണ് ബ്രീത്ത് ചെയ്യുന്നത്? ഓക്സിജൻ ആണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസംസിനും ഓക്സിജൻ ബ്രീത്ത് ചെയ്യണം അവരുടെ നിലനിൽപ്പിന്. അപ്പോൾ ഈ ഓക്സിജൻ നമുക്ക് ബ്രീത്തിങ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഓർഗൻസ് ആണുള്ളത്. ഡിഫറെന്റ് ഓർഗാനിസംസിന് ഡിഫറെന്റ് ഓർഗൻസ് ആണ് ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീങ്സിന് റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ലേ, അതുപോലെ ഡിഫറെന്റ് ഓർഗാനിസംസിന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് ഓർഗാനിസംസിലും ഈ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ടെക്സ്ചർ ഒക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന സർഫസ് അത് ഏത് ഓർഗാനിസത്തിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്ത് പറ്റും? ആ ഒരു സർഫസ് ഏരിയ എന്നുള്ളത് ഞാൻ ഷോർട്ട് ആക്കി എഴുതുകയാണ്. ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. എപ്പോ? അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ. കാരണം എന്താ? അറ്റ്മോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഈ ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയറിനായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഏത് സ്ട്രക്ചർ ആണോ ഉള്ളത് ആ സ്ട്രക്ചറിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനാ? in order to absorb maximum oxygen from the atmosphere. അപ്പോൾ അറ്റ്മോസ്ഫിയറിനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ, അതായത് ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയറിനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ
ആ ഓക്സിജൻ അബ്സോർബിംഗ് സ്ട്രക്ചർ എന്ത് ചെയ്യും, അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, മാക്സിമം വികസിക്കും. എന്തിനാ? ഇൻ ഓർഡർ ടു അബ്സോർബ് മാക്സിമം ഓക്സിജൻ അകത്തോട്ട് ബ്രീത്ത് ഇൻ ചെയ്യാൻ വേണ്ടി, മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടി അതെന്ത് ചെയ്യും, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പോ ഈ ഒരു സർഫസ് ഏരിയ ഇതിൽ കൂടി ആയിരിക്കും ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതും. അപ്പോ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്ഫർ നടക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സർഫസ് എന്തായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ഡെലിക്കേറ്റ് ആയിരിക്കണം. ഓക്കെ, ഡെലിക്കേറ്റ് ആയിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ഫൈൻ ആയിരിക്കണം. കാരണം എന്താ, ഓക്സിജനെ അകത്തോട്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്കും കടത്തി വിടണം. ഒരു ഓർഗാനിസത്തിന്റെ ഈ ഒരു ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന സ്ട്രക്ചർ, എല്ലാ ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഒരു സർഫസ് ഉണ്ടാവും. ഈ സർഫസ് എന്താ, വളരെ ഡെലിക്കേറ്റ് ആൻഡ് ഫൈൻ ആയിരിക്കണം. കാരണം ഇതിലൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കേണ്ടതാ, ഓക്സിജനെ അബ്സോർബും ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസും ചെയ്യേണ്ടതാണ്. അപ്പോൾ വളരെ സോഫ്റ്റ്, ഡെലിക്കേറ്റ് ആൻഡ് ഫൈൻ ആയിരിക്കണം. ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയ ഒരു ബോഡി പാർട്ടിന് പെട്ടെന്ന് ഡാമേജ് വരില്ലേ? അപ്പോ ബോഡിയുടെ പുറമേ ഉള്ള സർഫസിലായാൽ ശരിയാവോ? കാരണം പുറത്തുള്ള ഫിസിക്കൽ കണ്ടീഷൻസുമായിട്ട് വരുമ്പോൾ എന്ത് പറ്റും, ഡാമേജ് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടി ഓരോ ഓർഗാൻസത്തിലും അങ്ങനെയാണ്. ഈ റെസ്പിറേറ്ററി ഓർഗാൻ, അതായത് ഈ ഒരു റെസ്പിറേറ്റിംഗ് സർഫസ് എന്താ, എല്ലാ ഓർഗാനിസത്തിന്റെയും ബോഡിയിൽ വിത്തിൻ ദ ബോഡി ആയിരിക്കും, ശരീരത്തിന്റെ അകത്തായിരിക്കും. കാരണം എന്താ, വളരെ ഡെലിക്കേറ്റ് ആണ്, ഫൈൻ ആണ്, പെട്ടെന്ന് ഡാമേജ് വരും. അങ്ങനെയുള്ള ഒരു പാർട്ട് ശരീരത്തിന്റെ പുറത്തായാൽ എന്ത് സംഭവിക്കും അല്ലെ, പെട്ടെന്ന് തന്നെ അതിന് അപകടം വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാർട്ട് എന്തായിരിക്കും, വിത്തിൻ ദ ബോഡി ആയിരിക്കും. അപ്പോ ഇത്രയും പഠിച്ചു വെക്കുക. ഒരു ഓർഗാനിസത്തിന്റെ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന സർഫസ് എപ്പോഴും ഈ ഓക്സിജൻ റിച്ച് അറ്റ്മോസ്ഫിയറിനായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ മാക്സിമം ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു സർഫസിൽ കൂടെയാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച്, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ആ ഒരു സർഫസ് എന്തായിരിക്കണം, വളരെ ഡെലിക്കേറ്റ് ആയിരിക്കണം, ഫൈൻ ആയിരിക്കണം. ഇങ്ങനെ ഡെലിക്കേറ്റും ഫൈൻ ആയതുകൊണ്ട് തന്നെ ഈ ബോഡി പാർട്ട് എന്താ, വിത്തിൻ ദ ബോഡിയാണ്, ശരീരത്തിന്റെ അകത്തായിരിക്കും. അപ്പോ ഓക്സിജൻ വലിച്ചെടുക്കുന്ന പുറത്തുനിന്നാണ്. ഈ ഒരു അബ്സോർബിംഗ് സർഫസ് ഉള്ളത് ശരീരത്തിന്റെ അകത്താണ്. അപ്പൊ പുറത്തുനിന്ന് വലിച്ചെടുക്കുന്ന ഈ ഓക്സിജൻ ഈ ഒരു പാർട്ടിലോട്ട് എത്തണം. സോ ദർ ഷുഡ് ബി സം പാസേജ് അല്ലെ. വലിച്ചെടുക്കുന്ന, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജൻ ഉള്ളിലുള്ള ആ ഒരു ഓക്സിജൻ അബ്സോർബിംഗ് സർഫസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓർഗാനിസത്തിന്റെ ബോഡി കൂടെ ഒരു പെർട്ടിക്കുലർ പാത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു പാസേജിൽ കൂടെ എന്ത് ചെയ്യണം, അത് പാസ് ചെയ്യണം. നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിലോ നോസ്ട്രൽസിൽ കൂടെ അല്ലെ. നമ്മളുടെ റെസ്പിറേറ്ററി ഓർഗാൻ, ലങ്സും കാര്യങ്ങളൊക്കെ എന്താ, നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്. ലങ്സിലോട്ട് എത്തണ്ടേ, ഈ നമ്മള് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ബ്രീത്ത് ചെയ്ത് അത് ലങ്സിൽ എത്തണം അല്ലെ. എത്തുന്നത് ഏത് വഴിയാ, നോസ്ട്രൽസ് അല്ലെ. നമ്മളുടെ നോസിന്റെ ദ്വാരത്തിൽ കൂടിയാണ് നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നമ്മളുടെ ബോഡിയുടെ അകത്തേക്ക് ലങ്സിലോട്ട് എത്തുന്നത്. അപ്പോൾ നമുക്കിനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ജസ്റ്റ് റഫായിട്ട് നമ്മുടെ ലങ്സ് ഒന്ന് വരച്ചിട്ടതാണ്. നല്ല നീറ്റ് ഡയഗ്രാം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി എവിടെ ഡയഗ്രാം കണ്ടില്ലെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പടം മറ്റ് സിസ്റ്റംസ് പോലെയല്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. കാരണം എന്താ, ഏത് ഫിലിം കാണുമ്പോഴും ഫസ്റ്റ് നമ്മൾ കാണുന്ന ആഡ് എന്താണ്, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞിട്ട് അല്ലെ. ആ ഒരു ശ്വാസകോശത്തിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു പിക്ചർ, നമ്മുടെ ലങ്സിന്റെ പിക്ചർ നമ്മൾ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോ നമ്മുടെ ലങ്സിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം നോസ്ട്രൽസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ബ്രീത്ത് ചെയ്ത് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യും. ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും, കോൺസെൻട്രേഷൻ കിട്ടും. സോ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങളൊരു ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഐസൊക്കെ ക്ലോസ് ചെയ്ത് ആ ഡീപ്പ് ബ്രീത്ത് കുറച്ചു നേരം പിടിച്ചു നിർത്തി പതുക്കെ റിലാക്സ് ചെയ്തൊക്കെ വിടുക. അപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നോസ്ട്രൽസിൽ കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ നോസിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഹെയർ ഉണ്ട്, ഫൈൻ ഹെയർസ് ഉണ്ട്. ഓക്കെ, ചെറിയ ചെറിയ രോമങ്ങളുണ്ട്. അതുപോലെ തന്നെ മ്യൂക്കസും ഉണ്ട്. ഈ ഹെയർ എന്തിനാ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ പൊടിപടലങ്ങളൊക്കെ കാണും അല്ലെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണും. ഈ ഡസ്റ്റിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയർസ് ഉള്ളത്.
നമ്മൾ ഈ നല്ല പൊടിയുള്ളിടത്തൊക്കെ പോയി നിൽക്കുമ്പോൾ എന്ത് വെച്ചു നമ്മളിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. കാരണം എന്താ അല്ലേ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഫൈൻ ഹെയർസിന്റെ അവിടെ ഒരു ഇക്ലിപ്പെടുത്തുന്ന ടിക്ലിംഗ് ഫീലിംഗ് തോന്നില്ലേ, പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തുമ്മും. അതെന്തുകൊണ്ടാ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെയർ ഉള്ളത്. ഈ ഹെയറിൽ തട്ടുമ്പോഴാണ് നമുക്ക് തുമ്മാൻ സ്നീസ് ചെയ്യാനൊക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പോ നമ്മളുടെ നോസ്ട്രൽസിന്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്, ഹെയറും ഉണ്ട്, മ്യൂക്കസും ഉണ്ട്, ചെറിയ 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 ഫൈൻ ഹെയർസ് ഉണ്ട്. ഈ ഹെയർസ് എന്തിനാണ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. നമ്മുടെ നോസ്ട്രലിന്റെ ഉള്ളില് ഫൈൻ ഹെയർസ്, ചെറിയ ഹെയർസും ഉണ്ട്, മ്യൂക്കസും ഉണ്ട്. ഈ ഹെയറിന്റെ ഫംഗ്ഷൻ എന്താ, നോസ്ട്രൽസിന്റെ ഉള്ളിലുള്ള ഫൈൻ ഹെയറിന്റെ ഫംഗ്ഷൻ എന്താ, നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഉള്ള ആ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിനെ നല്ല സ്മൂത്ത് ആയിട്ട് ലങ്സിലോട്ട് എത്താൻ വേണ്ടി അതിന്റെ ഒരു സ്മൂത്ത് പാസേജിനെ ഹെൽപ്പ് ചെയ്യാനാണ് മ്യൂക്കസും ഉള്ളത്. ഓക്കെ, നോസിന്റെ ഉള്ളിൽ ആ ഒരു മ്യൂക്കസ് സോഫ്റ്റ് സബ്സ്റ്റൻസ് ഉള്ളത് എന്തിനാണ്, ഈസി പാസേജിന്, സ്മൂത്ത് പാസേജിനാണ്. ഇനി ഇങ്ങനെ നോസ്ട്രലിലൂടെ പാസ് ചെയ്യുന്ന എയർ എങ്ങോട്ടെത്തും, നമ്മുടെ ത്രോട്ടിലെത്തും അല്ലെ. ഈ ത്രോട്ടിലെത്തുമ്പോൾ എയർ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ, സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ത്രോട്ടിന്റെ ഉള്ളിൽ എന്തുണ്ട്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉണ്ട്. ഇങ്ങനെ 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 റൗണ്ട് ആയിട്ടിരിക്കും. ഓക്കെ, റിങ്സ് ഓഫ് കാർട്ടിലേജ് നമുക്ക് ഇങ്ങനെ നമ്മളുടെ ത്രോട്ടില് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ത്രോട്ടിൽ ഇവിടെ കൈവച്ച് കഴിഞ്ഞാൽ ചെറിയ 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 നമുക്ക് അവിടെ ആ ഒരു റിങ്സ് ഓഫ് കാർട്ടിലേജിനെ നമുക്ക് ഫീൽ ചെയ്യും. റിങ്സ് ഓഫ് കാർട്ടിലേജ് എന്തിനുള്ളതാ, നമ്മളുടെ ത്രോട്ടിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ അത് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ. അഗെയിൻ അനദർ ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ, റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ ചോദിക്കാം. റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ സിറ്റുവേഷൻ, അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷനും. റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മളുടെ ബോഡിയിൽ റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ സൈറ്റ് എവിടെയാ, വിത്തിൻ ദ ത്രോട്ട് അല്ലെ. നമ്മളുടെ ത്രോട്ടിലാണ്, തൊണ്ടയിലാണ് എന്തുള്ളത്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ഉള്ളത്. ഈ റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്താ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ ചോദിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണാം. റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് ദ കൊളാപ്ഷൻ ഓഫ് എയർ വൈൽ പാസിംഗ് ത്രൂ ദ ത്രോട്ട്. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ നോസ്ട്രിലൂടെ പാസ് ചെയ്ത് ത്രോട്ടിൽ എത്തിയിട്ട്, ഈ ത്രോട്ടിലൂടെയാണല്ലോ ലങ്സിലോട്ട് പോവുക. ആ ത്രോട്ടിലൂടെ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എയർ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്, റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. എയർ കൊളാപ്സ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ത്രോട്ടിലുള്ള റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. അപ്പോ ഇമ്പോർട്ടന്റ് ആണ് റിങ്സ് ഓഫ് കാർട്ടിലേജ്. ഓക്കെ, റിങ്സ് ഓഫ് കാർട്ടിലേജ് നമ്മളുടെ ബോഡിയിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ത്രോട്ടില്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, എയർ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ. അങ്ങനെ റിങ്സ് ഓഫ് കാർട്ടിലേജിലൂടെ ത്രോട്ടിലൂടെ എയർ പാസ് ചെയ്ത് എയർ എന്ത് ചെയ്യും, ഇങ്ങനെ ആ പാത്ത് ഉണ്ടല്ലോ, നമ്മുടെ ത്രോട്ടിൽ നിന്നുള്ള പാത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 2 ലങ്സിലോട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ബോഡിയിൽ ലങ്സ് ഇരിക്കുന്ന ഏരിയനെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോ ലങ്സ് ഇരിക്കുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. എവിടെയാണ് നമ്മളുടെ ലങ്സ് ഇരിക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി. ഓക്കെ, ഇനി നമ്മളുടെ ഈ 2 ലങ്സിൽ റൈറ്റ് ലങ്സ് ലെഫ്റ്റിനേക്കാളും ഒരു പൊടിക്ക് ബിഗർ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ഇടത് ഭാഗത്തെ ലെങ്സിനേക്കാളും വലത് ഭാഗത്തെ ലെങ്സ് എന്താ, അല്പം വലുതായിരിക്കും, കുറച്ച് ബിഗർ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ സൈസിന്റെ ഡിഫറൻസ് മനസ്സിലാവില്ല, കാരണം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ റൈറ്റ് ലെങ്സ് എപ്പോഴും ഒരു പൊടിക്ക് ബിഗർ ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എന്തൊക്കെയാണ്, നമ്മളുടെ ലെങ്സ് ഇരിക്കുന്ന ക്യാവിറ്റിനെയാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയാം, തൊറാസിക് ക്യാവിറ്റി. അതുപോലെ തന്നെ നമ്മളുടെ റൈറ്റ് ലെങ്സ് ലെഫ്റ്റ് ലെങ്സിനേക്കാളും അല്പം ബിഗർ ആയിരിക്കും. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ബിഗർ ദാൻ ദ ലെഫ്റ്റ് ലെങ്സ്. അപ്പോൾ റൈറ്റ് ലെങ്സിന്റെ സൈസ് അല്പം കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ലെങ്സിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, നോസ്ട്രലിലൂടെ വന്ന് ത്രോട്ടിലൂടെ വന്ന് ലെങ്സിലോട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ചെറിയ 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 ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആയിട്ട് ചെറിയ ചെറിയ പാത്തിലേക്ക് എന്തായി പോകുന്നുണ്ട്, ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ചെറിയ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ അറ്റത്തും കണ്ടോ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ഇത് ടെർമിനേറ്റ് ചെയ്യുന്നത്. ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന് ഒരു പേര് പറയും ആൽവിയോളൈ. ഈ ആൽവിയോളൈയുടെ ഫംഗ്ഷൻ എന്താ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ഓർഗാനിസംസും അത് അബ്സോർബ് ചെയ്യുന്ന ഓക്സിജനെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ
അബ്സോർബ് ചെയ്യുന്ന സർഫസ് എന്തായിരിക്കും? അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഓരോ ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു സർഫസ് ഏരിയ മാക്സിമം ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അത് തന്നെയാണ് നമ്മള് ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിൽ ആൽവിയോളൈയുടെ ഫംഗ്ഷൻ. അതായത് ആൽവിയോളൈ എന്ത് ചെയ്യും? നമ്മളുടെ ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും ആൽവിയോളൈ. സോ ആൽവിയോളൈ പ്രൊവൈഡ്സ് എ സർഫസ് ഏരിയ. ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ടു അബ്സോർബ് ഓക്സിജൻ. ഓക്കെ, നമ്മളുടെ ബോഡിയിൽ ആ ഒരു സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? ആൽവിയോളൈ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലെ സ്മോൾ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ എൻഡിൽ കാണുന്ന ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ നെയിം എന്താണ്? ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ നെയിം എന്താണ്? ആൽവിയോളൈ. ആൽവിയോളൈയുടെ ഫംഗ്ഷൻ എന്താണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക. റെസ്പിറേഷൻ നടക്കുമ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക. മാക്സിമം ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആൽവിയോളൈയുടെ ഫംഗ്ഷൻ. ഓക്കെ, ആൽവിയോളൈയുടെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ടൈമില് നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എന്താ? നമ്മളുടെ റിബ്സ് അല്ലെ, നമ്മളുടെ ഇവിടെ ഈ രണ്ട് സൈഡിലുള്ള എല്ലുകൾ വളരെ സ്ലിം ആയിട്ടിരിക്കുന്ന ആളുകളിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഉന്തിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. റിബ്സ്, വാരിയെല്ലുകൾ എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മളുടെ അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേ. എടുക്കുമ്പോൾ എന്താ? നമ്മളുടെ ഈ രണ്ട് സൈഡിലുള്ള റിബ്സ് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. ബ്രീത്ത് ഇൻ ചെയ്ത് നോക്ക്. നിങ്ങളൊന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് നോക്കിയേ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലുള്ള നമ്മളുടെ റിബ്സ് എന്താണ്? നമ്മളൊന്ന് ഇങ്ങനെ മേലോട്ട് എടുക്കുകയാണ് അല്ലെ, റിബ്സ്. ഇനി റിബ്സ് അപ്പൊ റേസ് ചെയ്യാണ് നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ. അപ്പോൾ നേരത്തെ വരച്ചപ്പോൾ ഞാൻ മറന്നുപോയി, ലെങ്സിന്റെ താഴെ ഇങ്ങനെ ഒരു, നമ്മുടെ രണ്ട് ലെങ്സിന്റെ താഴെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. ഡയഫ്രം എന്ന് പറയും. ഓക്കെ, ഡയഫ്രം. ഈ ഡയഫ്രം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുമല്ലോ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മളുടെ റിബ്സിനെ ഇങ്ങനെ റേസ് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ ഈ ഡയഫ്രം ഫ്ലാറ്റ് ആവും. ഈ ഡയഫ്രം ഫ്ലാറ്റ് ആവുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഫ്രത്തിന്റെ മേലെയാണ് എന്തിരിക്കുന്നത്? നമ്മളുടെ രണ്ട് ലെങ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ചെസ്റ്റ് ക്യാവിറ്റി ഇങ്ങനെ വികസിക്കും. ചെസ്റ്റ് ഡയഫ്രം ഫ്ലാറ്റ് ആവും. നമ്മൾ റിബ്സിനെ ഇങ്ങനെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യും. ഡയഫ്രം, ലെങ്സിന്റെ താഴെയുള്ള ഈ ഡയഫ്രം ഫ്ലാറ്റ് ആവും. ആ ടൈമിൽ നമ്മളുടെ ഈ ചെസ്റ്റ് ക്യാവിറ്റി എന്ത് വികസിക്കും. ഇങ്ങനെ വികസിക്കുന്ന എന്തിനാ? അപ്പോൾ മാക്സിമം എയർ ഉള്ളിലോട്ട് സക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ ലെങ്സിന്റെ ഉള്ളിലോട്ട് മാക്സിമം എയർ സക്ക് ചെയ്യും. അങ്ങനെ എയർ അകത്തോട്ട് കയറുന്നോണ്ട് തന്നെ നമ്മളുടെ ആ ചെറിയ ചെറിയ ട്യൂബുലാർ സ്ട്രക്ചേഴ്സിന്റെ അറ്റത്ത് എന്തുണ്ടായിരുന്നു? ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇങ്ക് തീർന്നു എന്ന് തോന്നുന്നു. ഇനി ഇതിനു വേണ്ടി ഇപ്പൊ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നേരത്തെ ഡയഗ്രാം വരച്ചതല്ലേ, ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, ലെങ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെ അറ്റത്തും ട്യൂബുലാർ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ ആൽവിയോളായി. ഈ ആൽവിയോളായുടെ ഉള്ളിലൊക്കെ എയർ കയറും. അതായത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ഓക്സിജൻ കയറും. അങ്ങനെ ഇത് ഫില്ല് ചെയ്യും. ഓക്കെ, എക്സ്പാൻഡ് ആവും. അപ്പൊ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എന്തെല്ലാം സംഭവിക്കും? നമ്മളുടെ റിബ്സ് ഇങ്ങനെ മേലോട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്യും. ലെങ്സിന്റെ താഴെയുള്ള ഡയഫ്രം ഫ്ലാറ്റ് ആവും. അപ്പൊ ചെസ്റ്റ് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യും. ചെസ്റ്റ് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ പറ്റും. ഈ ആൽവിയോളായൊക്കെ ഫില്ലാവും. അപ്പോ ഓക്സിജൻ എടുത്താൽ മാത്രം മതിയോ? നമ്മളുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? നമ്മുടെ എല്ലാ ബോഡി പാർട്സിലും എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്സിലേക്ക് എത്തിക്കണം. ലങ്സിൽ നിന്നാണ് പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആരാണ് എത്തിക്കുക? ബ്ലഡ് അല്ലെ. ബ്ലഡ് ആണ് നമ്മളുടെ ബോഡിയിലെ മെയിൻ ട്രാൻസ്പോർട്ടിങ് ഏജന്റ്. അപ്പൊ ഈ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മളുടെ എല്ലാ ബോഡി പാർട്സിലും ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ആൽവിയോളയിലോട്ട് എത്തിക്കും. അപ്പോൾ എല്ലാ ബോഡി പാർട്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിൽ എത്തി. അങ്ങനെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കളഞ്ഞാൽ മതിയോ? ആൽവിയോളയിലുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജൻ ആൽവിയോളയിലുണ്ട്. ആ ഓക്സിജനെ ആരെടുക്കും? ബ്ലഡ് എടുക്കും. എല്ലാ ബോഡി പാർട്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബ്ലഡ്. ഇനി എന്ത് ചെയ്യണം? ഓക്സിജൻ എല്ലാ പാർട്സിലേക്കും എത്തിക്കണം. അപ്പൊ നമ്മളുടെ ആൽവിയോളയുടെ അകത്ത് എന്തുണ്ട്? ഈ ആൽവിയോളയുടെ വോൾസിലൊക്കെ നിറയെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ചെറിയ 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 ബ്ലഡ് വെസൽസിന്റെ ഒരു എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഉണ്ട്. എന്തിനാ ഈ ആൽവിയോളയുടെ ഉള്ളിൽ ബ്ലഡ് വെസൽസ് ഉള്ളത്? ആൽവിയോളയുടെ ഉള്ളിൽ എന്തുണ്ട്? നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തപ്പോ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ കയറി. ഈ ഓക്സിജനെ ആൽവിയോളയുടെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് വലിച്ചെടുത്തിട്ട് മറ്റ് ബ്ലഡ് വെസൽസ്, നമ്മുടെ ബോഡിയിലുള്ള മറ്റ് ബ്ലഡ് വെസൽസിലോട്ട് എത്തിക്കും. ഈ ബ്ലഡ് എന്ത് ചെയ്യും?
എല്ലാ ബോഡി പാർട്സിലോട്ടും എല്ലാ സെൽസിലോട്ടും ആവശ്യമുള്ള ഓക്സിജനെ എത്തിക്കും. അപ്പോൾ ആൽവിയോളയുടെ ഉള്ളിലുള്ള ഓക്സിജനെ ബ്ലഡ് എടുക്കുന്നു, ട്രാൻസ്പോർട്ട് ചെയ്ത് എല്ലാ ബോഡി പാർട്സിലും എത്തിക്കുന്നു. എല്ലാ ബോഡി പാർട്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്ലഡ് തിരിച്ചെടുക്കുന്നു, ആൽവിയോളയിൽ എത്തിക്കുന്നു, തിരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് സൈക്കിൾ നടക്കുമ്പോൾ, അതായത് ഒരു തവണ നമ്മൾ ശ്വസിക്കുകയും പുറത്തേക്ക് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, അതായത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യുമ്പോൾ, ആ ഒരു ബ്രീത്തിങ് സൈക്കിൾ നടക്കുമ്പോൾ നമ്മളുടെ ലങ്സിന്റെ ഉള്ളിൽ ഒരു റെസിജ്വൽ വോളിയം ഓഫ് എയർ എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മുടെ ലങ്സ് ഒരിക്കലും എംപ്റ്റി ആവില്ല, റെസിജ്വൽ വോളിയം ഉണ്ടാവും. അതായത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ലങ്സ് കാലി ആവുന്നില്ല, കംപ്ലീറ്റ് എയർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നില്ല. കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്തുണ്ടാവും, ലങ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോഴും കാലി ആയിരിക്കുന്ന ലങ്സിലോട്ടല്ല ബ്രീത്തിങ് ചെയ്യുന്നത്, കുറച്ച് എയർ അവിടെ ലങ്സിൽ ഉണ്ടാവും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ഓക്സിജനെ ബ്രീത്തിങ് ചെയ്യുന്നതിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് സംഭവിച്ചാൽ, അതായത് നമ്മളുടെ ബ്രീത്തിങ് സ്ലോ ആയാലും നമ്മളുടെ ബോഡിയിൽ ഓക്സിജൻ സപ്ലൈ നിൽക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും ലങ്സിൽ കുറച്ച് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടാവും. കാരണം ഈ ബ്രീത്തിങ് സൈക്കിൾ നടക്കണമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവണം, ഓക്സിജൻ അകത്തെത്തണം, ഈ ഓക്സിജനെ ആൽവിയോളയിലുള്ള ബ്ലഡ് വെസൽസ് എടുക്കണം, ബ്ലഡ് എന്നിട്ട് ഈ ഓക്സിജൻ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കണം. അതിനെങ്ങനെ ടൈം എടുക്കും, കുറച്ച് ടൈം എടുത്താണ് ഓരോ പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ ബ്രീത്തിങ് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ് നമ്മുടെ ലങ്സ് കാലി ആയി കഴിഞ്ഞാൽ അടുത്ത ബ്രീത്ത് ചെയ്യുന്നവരെ എന്തായിരിക്കും, ഓക്സിജൻ ഇല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ അത് ഏറ്റവും റെലവെന്റ് ആണ്. കാരണം നമ്മൾ ടി വിയിലും ന്യൂസിലും ഒക്കെ കാണുന്നത് എന്താ, കൊറോണ പേഷ്യൻസ് അല്ലെ, കോവിഡ് പേഷ്യൻസ് ഡൽഹിയിലും അതുപോലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് പേര് ഓക്സിജൻ കിട്ടാതെ മരിച്ചതാണ് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടത്. അതെന്താ, നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് കുറച്ച് സെക്കൻഡ്സിലധികം ബ്രീത്തിങ് ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് സമയം നമ്മൾ നമ്മുടെ നോസ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കും, ടൈറ്റ് ചെയ്ത് പിടിച്ചു നോക്കും. കൂടുതൽ സെക്കൻഡ്സ് ഇതിനു വേണ്ടി ട്രൈ ചെയ്യരുത് കേട്ടോ. ഒരു 3-4 സെക്കൻഡ്സ് ശ്വാസം മുട്ടും. അതുപോലെ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ നമ്മളൊന്ന് ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലേ നമ്മൾ തല വെക്കും, നമുക്ക് പറ്റില്ല, എയർ ഇല്ലാണ്ട് പറ്റില്ല, ഓക്സിജൻ ഇല്ലാണ്ട് പറ്റില്ല, ബ്രീത്ത് ചെയ്യാതെ നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് നിമിഷങ്ങൾ പോലും ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഫുഡ് ഇല്ലെങ്കിലോ വാട്ടർ ഇല്ലെങ്കിലോ ചിലപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി ദിവസങ്ങളോളം നിലനിൽക്കും. പക്ഷേ ഓക്സിജൻ ഇല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് തികച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയും സഫീഷ്യന്റ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ ഓക്സിജൻ സപ്ലൈ വേണം. അതുകൊണ്ട് തന്നെ എന്താ, നമ്മുടെ ലങ്സ് ഒരിക്കലും എംപ്റ്റി ആയിരിക്കില്ല. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എയർ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നില്ല, കുറച്ച് എമൗണ്ട് ലങ്സിൽ എപ്പോഴും കാണും. ബ്രീത്തിങ് ചെയ്യുമ്പോഴും എംപ്റ്റി ലങ്സിലോട്ടല്ല ബ്രീത്തിങ് ചെയ്യുന്നത്, കുറച്ച് എമൗണ്ട് കാണും. അതായത് നമ്മുടെ ലങ്സിൽ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ഓരോ ബ്രീത്തിങ് സൈക്കിൾ നടക്കുമ്പോഴും, അതായത് ബ്രീത്തിങ് ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഓക്സിജൻ വിൽ ബി ദർ, സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഉണ്ടാവും. റെസിജ്വൽ വോളിയം എന്ന് പറയും നമ്മൾ അതിന്. ലങ്സിന്റെ ഉള്ളിലുള്ള റെസിജ്വൽ വോളിയം എന്ന് പറയും. കുറച്ച് കാണും ഓക്സിജൻ. ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ റെസ്പിറേഷനെ കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് എക്വാട്ടിക് ഓർഗാനിസംസിന്റെയും ടെറസ്ട്രിയൽ ഓർഗാനിസംസിന്റെയും ബ്രീത്തിങ് പ്രോസസ്സിൽ വരുന്ന ഡിഫറൻസ്, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽവിയോളയുടെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. റിങ്സ് ഓഫ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എഗെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നോസിന്റെ ഉള്ളിലുള്ള ഹെയറിന്റെയും മ്യൂക്കസിന്റെയും ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റെസിജ്വൽ വോളിയം എന്താണ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് എമൗണ്ട് ഓഫ് എയർ ഓൾറെഡി എപ്പോഴും ഉണ്ടാവും, ബ്രീത്തിങ് ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവും. ആ ഒരു റെസിജ്വൽ വോളിയത്തിന്റെ പോയിന്റും മനസ്സിലാക്കി വെക്കുക. അതിനെ ബേസ് ചെയ്തും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരാം. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് 10th ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, ലെക്ചർ നോട്ട് എഴുതുക, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ലെക്ചർ നോട്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം.
ആൻസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കേൾക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിൾ ആണ്. നമ്മളുടെ ലങ്സിന്റെ ഉള്ളിലുള്ള സ്മോൾ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ചെറിയ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിലാണ് എൻഡ് ചെയ്യുന്നത്. ആ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ നെയിം എന്താണ്? ഓക്കെ, ആ വൺ വേർഡ്, എനിക്ക് ആ ഒരു നെയിം മാത്രം മതി. ലങ്സിന്റെ ഉള്ളിലുള്ള ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ടെർമിനേറ്റ് ചെയ്യുന്നത് സ്മോൾ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിലാണ്. ആ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ നെയിം എന്താണ്? ആ ഒരു ടേം ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി പ്രസ് ചെയ്യുക. സോ ബൈ.